അപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന ഹെഡ്ലൈനോട് കൂടിയിട്ട് തുടങ്ങാം. ഇത് ഞാൻ ഏതാണ്ട് ഒരു 1.5 മാസത്തെ എൻ്റെ ഒരു കാത്തിരിപ്പിൽ ഞാൻ കഷ്ടപ്പെട്ട് സ്റ്റോർ ചെയ്ത് വെച്ചൊരു സാധനമാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മുടെ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ ബേബിക്ക് ഹാംഫുൾ ആകാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോന്നും നോക്കി നോക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ രാവിലെ നെയ്യ് കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ 1.5 മാസം വെയിറ്റ് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു ബോട്ടിൽ ഫുള്ള് നിറയുന്ന രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുക്കത്തെ എക്സൈറ്റ്മെൻറ്റിലും പ്രതീക്ഷയിലും ഞാൻ അതിനെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഐസ് വാട്ടറും ഐസ് ക്യൂബും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. സംഭവം നന്നായിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടിട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം കയ്യിൽ നിന്ന് പോയിന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബട്ടർ ഫുൾ മെൽറ്റായിപ്പോയി. ശരിക്കും നമ്മുടെ മയോണൈസിൽ ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, അതിനെ എടുത്ത് വാഷ് ബേസിനിലേക്ക് കളഞ്ഞിട്ട് വീണ്ടും സ്റ്റോർ ചെയ്യാനായിട്ട് തുടങ്ങി. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. ഒരു പ്രശ്നമില്ല, സെറ്റാക്കാം.